ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠന പരമ്പരയുടെ ഭാഗമായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരാം. അവിടുത്തെ തിരുവചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. 12-ാം അധ്യായം 1-ാം വാക്യം. ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശന്മാർ അത് കണ്ടിട്ട്, ഇതാ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്നവനോട് പറഞ്ഞു. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വിശന്നു എന്ന വശം. ഇപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നാൽ നമുക്കെല്ലാം കിട്ടും, സമൃദ്ധിയാണ്, ഒന്നിനും കുറവില്ല, സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് വീമ്പടിക്കുന്ന വലിയ പ്രാസംഗികരുണ്ടല്ലോ, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നത്. സാക്ഷാൽ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വിശന്നിട്ട് അവരൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് കതിര് പറിച്ച് തിന്ന സംഭവം. ഇതിൻ്റെ അർത്ഥം ഈ പ്രമാണിമാരൊന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ യേശു ഉണ്ടായിട്ട് പോലും അവർ വിശന്ന് നടന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയാനുണ്ടോ? അതൊരു വശം അങ്ങനെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അപ്പോൾ യേശു അവരോട് പരീശന്മാർ ചോദിച്ചപ്പം പറഞ്ഞ മറുപടി നോക്കൂ. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെ ഉള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ല തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബ്ബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വച്ച് ശബ്ബത്തിനെ ലംഘിക്കുന്നു, എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഒന്ന്, ദാവീദ് കള്ളം പറഞ്ഞു. അവിടെ ചെന്ന് പുരോഹിതൻ്റെ അടുക്കൽ നിന്ന് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ നിയമിക്കപ്പെട്ട ആഹാരം അപ്പം വാങ്ങി താനും തൻ്റെ കൂടെയുള്ളവർക്കും കൊടുത്ത് ഭക്ഷിച്ചതായ ചരിത്രം തിരുവചനത്തിലുണ്ടല്ലോ. അത് യേശു ഓർപ്പിക്കുകയാണ്. ഇത് ദാവീദ് ഇത് വലിയ അപരാധമല്ലേ ആ നില നോക്കുമ്പോൾ? അതുപോലെ പരിച്ഛേദന ശബ്ബത്ത് ദിവസങ്ങളിൽ പാടില്ലല്ലോ, അതും അവർ ചെയ്യുന്നത് തെറ്റല്ലേ, ശബ്ബത്ത് ലംഘനമല്ലേ എന്ന് യേശു ചോദിക്കുന്നു. പരീശന്മാരുടെ ഉള്ളിലുള്ള ശബ്ബത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ ഗൗരവം അവിടെ അവർ പ്രകടിപ്പിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ ചില വിഷയങ്ങൾ നമ്മൾ നോക്കേണ്ടത്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നിയമം മനുഷ്യന് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 25 വയസ്സുള്ളൊരു യുവതി വിവാഹബന്ധം വേർപെടുത്തിയ ഒരു അനുഭവം വന്നു എന്ന് സങ്കല്പിക്കുക. ആ യുവതി തൻ്റെ ആജീവനാന്തം വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അല്ലെങ്കിൽ അതിൽ നേരെ മറിച്ചൊരു യുവാവിൻ്റെ കേസാണെങ്കിലും ശരിയല്ലേ, 25-27 വയസ്സ് പ്രായമുള്ളൊരു വിവാഹബന്ധം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വരികയും ചെയ്തു പോയാൽ പിന്നെ ആജീവനാന്തം എനിക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക? അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ യേശുക്രിസ്തു പറഞ്ഞത് സത്യമാണ്. വിവാഹബന്ധത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. ദൈവം കൂട്ടിച്ചേർത്തതും മനുഷ്യൻ വേർപിരിക്കരുത് എന്നതും അത് നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കരുത് എന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഘനത്വവും വിവാഹ ശുശ്രൂഷ അല്ലെങ്കിൽ വിവാഹബന്ധത്തിൻ്റെ ആഴം ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യേശുക്രിസ്തു ആ ഭാഗം പറഞ്ഞു എന്നത് സത്യമാണെങ്കിലും അതതിൻ്റെ വാക്യാർത്ഥത്തിൽ തന്നെ എടുത്ത് അതിനെ പിടിച്ചു തൂങ്ങുന്നത് ശരിയല്ല. സന്ദർഭോചിതമായി സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വേണ്ടിവരും. ഇപ്പം നല്ല സമരിയക്കാരൻ്റെ ഉപമ കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ട് വഴിയേരിൽ കിടക്കുമ്പോൾ പുരോഹിതൻ കടന്നുപോയി. പുള്ളിക്ക് പള്ളിയിൽ പോയി അല്ലെങ്കിൽ സിനഗോഗിൽ പോയി ശുശ്രൂഷ ചെയ്യാനുള്ളത് കൊണ്ട് ആ മനുഷ്യനും പരിഗണിക്കാതെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്ന അനുഭവം. ദൈവം വന്നു, അതും താനും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ സമരിയക്കാരൻ വന്നപ്പോൾ ആ മനുഷ്യനെ കണ്ട് സഹതാപം തോന്നി ആവശ്യമായ പരിചരണം നൽകിയ വിഷയം. ഇതുപോലെ ശബ്ബത്ത് ഒരു മനുഷ്യൻ
വഴിയിൽ ബുദ്ധിമുട്ടി കിടക്കുന്നത് കണ്ടാൽ ശബത്താണെന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇരിക്കുകയല്ല നമ്മൾ വേണ്ടത്. ആ മനുഷ്യന് ആവശ്യമായ സഹായം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ശബത്ത്, വിഗ്രഹം, ഈ രണ്ട് വിഷയങ്ങൾ തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ദൈവം ഏറ്റവും ഗൗരവമായി കാണുന്ന രണ്ട് വിഷയങ്ങളുമാണ്. നമ്മൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന എന്ന വിഷയത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ശബത്തിനെ പറ്റി സാമാന്യമായി ചിന്തിച്ചതാണ്. എങ്കിലും ആ വിഷയം കേൾക്കാതെ പോയവർക്ക് വേണ്ടിയെങ്കിലും അതിൻ്റെ പ്രാധാന്യം വിലയിരുത്താൻ വേണ്ടി ചില സൂചനകൾ നൽകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് നമുക്ക് അതിലെ തിരുവചനത്തിലെ ചില റെഫറൻസസ് വേഗത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ബാക്കി റെഫറൻസസ് ആണ് പറയുന്നുള്ളൂ. താല്പര്യമുള്ളവർ ദയവായി അത് ബൈബിളിൽ നോക്കി അതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും ഗ്രഹിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് നടത്തി 7-ാം ദിവസം വിശുദ്ധീകരിച്ചത് ശബത്താചരണത്തിനായി മാറ്റിവെച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നുണ്ടല്ലോ. അത്ര ഗൗരവമേറിയ ഒരു വിഷയമാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതെ വന്ന സമയത്ത് മരുഭൂമിയിൽ ആകാശത്ത് മന്ന പൊഴിച്ചു കൊടുത്ത ദൈവം 6 ദിവസമേ മന്ന കൊടുത്തുള്ളൂ. 7-ാം ദിവസം മന്ന പോലും കൊടുത്തില്ല. 7-ാം ദിവസത്തെ ആവശ്യമുള്ളത് 6-ാം ദിവസം കളക്ട് ചെയ്യാൻ ദൈവം നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. വെറുതെ ഇട്ടു കൊടുക്കുന്ന മന്ന പോലും 7-ാം ദിവസം ദൈവം വിലക്കിയെങ്കിൽ ശബത്തിൻ്റെ ഗൗരവം എത്ര ആഴത്തിൽ ദൈവം കാണുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ദൈവമക്കളെ. തുടർന്ന് തിരുവചനത്തിലെ ചില റെഫറൻസസ് ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ്. ദൈവജനം ആ തിരുവചന ഭാഗങ്ങൾ ബൈബിളിൽ വായിച്ച് അതിൻ്റെ ആഴങ്ങളിൽ ശ്രദ്ധിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദൈവം കൽപ്പന നൽകുന്നുണ്ടല്ലോ ശബത്തിനെ പറ്റിയുള്ളത്. 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, പുറപ്പാട് പുസ്തകം തന്നെ 23-ാം അധ്യായം 12-ാം വാക്യം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അത് നമുക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. അത്ര ഗൗരവമേറിയൊരു സംഭവം അവിടെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് വിവരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൻ്റെ പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. തുടർന്ന് നമുക്ക് അതിൻ്റെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 35-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അതിൽ ശബത്ത് ലംഘിക്കുന്നവർക്ക് മരണശിക്ഷ, അന്ന് വേല ചെയ്യുന്നവരെ മരണശിക്ഷ കൊടുക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. അത്ര ഗൗരവമായി പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അത് ലേവ്യ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും 30-ാം വാക്യത്തിലും ശബത്തിനെ പറ്റിയുള്ള പരാമർശം കാണാം. വീണ്ടും ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഈ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 15-ാം അധ്യായത്തിൽ വളരെ ഗൗരവമേറിയ ഒരു ചിത്രം നമുക്ക് കാണാം. എല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗമാണ്. ആ ഭാഗം ഒന്ന് വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലിരിക്കുമ്പോൾ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെയും അഹ്റോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായതുകൊണ്ട് അവർ അവനെ തടവിൽ വച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പാളയത്തിന് പുറത്തു വച്ച് അവനെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. ഒരു മനുഷ്യൻ അല്പം വിറക് പെറുക്കിയ വിഷയമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. അങ്ങനെ സഭ തീരുമാനിച്ച് സഭ ഒന്നടങ്കം അവനെ കല്ലെറിഞ്ഞു കൊന്ന സംഭവം. അല്പം വിറക് പെറുക്കിയതല്ലേ ഉള്ളൂ. ശബത്ത് ദിവസം അല്പം വിറക് പെറുക്കിയിട്ട് ദൈവം ഇത്ര കഠിനമായ ശിക്ഷ ആ മനുഷ്യന് നൽകിയെങ്കിൽ ശബത്ത് ലംഘനം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത്ര ഗൗരവമേറിയതാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വായിച്ചത്. ദൈവമക്കളെ, അത്ര ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. നമ്മളിത് പലപ്പോഴും ലഘൂകരിച്ചു കാണുന്നു എന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ച് നിയമത്തെ വളച്ചൊടിച്ച് ലഘൂകരിച്ച് തുച്ഛിക്കുന്നത് പാപമാണ്
ദൈവം ക്ഷമിക്കുന്ന വിഷയമല്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്ത് പറയാൻ കാരണം. അതുപോലെ ആവർത്തന പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്കറിയാമല്ലോ, അവിടെ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വാക്യങ്ങളിൽ കൃത്യമായി ഈ വിഷയത്തെപ്പറ്റി ദൈവം നേരിട്ട് പറയുന്ന വിഷയമുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ 9-ാം അധ്യായത്തിലെ 14-ാം വാക്യം, 10-ാം അധ്യായത്തിലെ 31-ാം വാക്യം, 13-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വാക്യങ്ങളിലൊക്കെ ശബത്തിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാൻ നമുക്ക്. തുടർന്ന് യെശയ്യാ പ്രവാചന പുസ്തകം 86-ാം അധ്യായത്തിൻ്റെ 2, 4, 6 വാക്യങ്ങൾ, 58-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 66-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം തുടങ്ങിയുള്ള വാക്യങ്ങളിലൊക്കെ ഈ റെഫറൻസസ് ശബത്തിനെ പറ്റിയുള്ള സ്പഷ്ടമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് നമുക്ക് നോക്കിയാൽ എസെക്കിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വളരെ ഗൗരവമായി ദൈവജനം വായിച്ച് ധ്യാനിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ഗൗരവമായ ചിന്തകൾ അവിടെ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അത് വളരെ ഗൗരവമായി ചിന്തിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലും ശബത്താചരണത്തിൻ്റെ ഗൗരവം വ്യക്തമായി സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ, പുതിയ നിയമത്തിൽ ശബത്താചരണത്തെപ്പറ്റി പരാമർശനമില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം ദൈവജന എൻ്റെ ശ്രോതാക്കളെ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു തൻ്റെ തിരുവധരം കൊണ്ട് അരുളി ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ: എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ആ ഓടിപ്പോകുന്ന അനുഭവം ശബത്ത് നാളിൽ പരിമിതിയുണ്ട്, നമുക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറയുമ്പോൾ ശബത്തിന് യേശുക്രിസ്തു പ്രാധാന്യം കൊടുത്തിരുന്നു എന്നത് വളരെ കൃത്യമായ സ്പഷ്ടമായ സത്യമല്ലേ? അപ്പോൾ അതിനെ നമുക്ക് തുച്ഛീകരിക്കാനാകുമോ? ശബത്താചരണം ഇന്ന ദിവസം ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്നുള്ളതല്ല വിഷയം. 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്യണം. കന്നുകാലികൾക്ക് പോലും ഒന്ന് വിശ്രമം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു പണിയും ചെയ്യരുത്, പരദേശിയെ കൊണ്ടും പണിയിപ്പിക്കരുത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെ വിശദമായിട്ട് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. ആ ഭാഗത്തേക്കാണ് കൂടുതൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇത് വളരെ ഗൗരവമായ ഒരു ചിന്തയാണ്. അതായത് 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം സ്വസ്ഥതയോടെ ഇരുന്ന് വിശ്രമിച്ച് ദൈവസന്നിധിയിൽ പ്രയോജനമുള്ള നിലയിൽ ചെലവഴിക്കണമെന്നുള്ള ആ സന്ദേശം, ആ ആഹ്വാനം വളരെ ഗൗരവമായി കാണണം എന്ന് പറഞ്ഞ് ഞാനത് വിടുകയാണ്. ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ശബത്ത് ദിവസം കതിര് പറിച്ചിരുന്നത് കർത്താവ് ലഘൂകരിച്ചു എന്നാരും കാണരുത്. അത് അന്ന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ആഹാരം കഴിച്ച പരീശന്മാരുടെ അതിര് കടന്ന പരീശ ഭക്തിയെ കർത്താവ് പരിഹസിച്ചു എന്ന് കൂട്ടിയാൽ മതി. അതിനപ്പുറം എന്നെ ചിന്തിക്കേണ്ട. ശബത്ത് മാറ്റിയിട്ടില്ല, ശബത്ത് മാറിയിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞ വാക്യം നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. അതായത് ആകാശവും ഭൂമിയും ഒഴുകി പോകും വരെ ന്യായപ്രമാണത്തിനൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെന്ന് യേശുക്രിസ്തു സത്യം ചെയ്ത് പറഞ്ഞത് നമുക്കറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 17-18 വാക്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് നമുക്കറിയാമല്ലോ, കർത്താവ് യേശുക്രിസ്തു ഒരു ശബത്ത് നാളിൽ ഒരു കൈവരേണ്ട മനുഷ്യനെ സൗഖ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് കർത്താവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി ശബത്ത് നാളിൽ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കാത്തിരുന്നതും അവനെ സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് ആ ശബത്ത് നാളിൽ സൗഖ്യമാക്കിയതിന് ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് പറയുന്ന മറുപടി നമുക്കറിയാമല്ലോ. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് ആ മനുഷ്യനെ കൈ സൗഖ്യമാക്കിയ സംഭവം ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നല്ലോ ദൈവമക്കളെ. അപ്പോൾ കർത്താവ്
തുടർന്ന് തിരുവചനത്തിലെ 17-ാം വാക്യം നോക്കുകയാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ന്യായവിധി ജയത്തോളം നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യേശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്നെഴുതിയിരിക്കുന്നു. ഈ തിരുവചന ഭാഗം, അതായത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17 മുതൽ ഈ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ. ആ 1 മുതലുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൂട്ടിയിരിക്കുകയാണ് സുവിശേഷകൻ. അപ്പോൾ ഇവിടെ ഈ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞതാണല്ലോ യെശയ്യാ പ്രവാചകനോട് പറഞ്ഞത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. യേശുക്രിസ്തുവിനെ പറ്റി ദൈവം അരുളി ചെയ്യുകയാണ്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസനാണെന്ന്. ഇല്ലേ? ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കൂ. ദൈവമക്കൾ എത്ര കൃത്യമായിട്ട് യേശുക്രിസ്തുവിനെ പറ്റി പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ദൈവം ദാസൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ദൈവമാണ് എന്ന് എങ്ങനെ പറയും? എനിക്കത് മനസ്സിലാകുന്നില്ല. തിരുവചനം വായിക്കുമ്പോൾ ദൈവജനമേ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ സഹായത്തോടെ വിവേചിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കൂ. നമ്മൾ വെറും പാരമ്പര്യത്തിൻ്റെ ആരൊക്കെയോ പറഞ്ഞു വെച്ച തെറ്റായ ഉപദേശങ്ങൾ അതുപടി വിഴുങ്ങാതെ പ്രാർത്ഥനാപൂർവം ഗൗരവമായി ചിന്തിക്കൂ. യേശുക്രിസ്തു ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുക്രിസ്തു ദാസനാണ് എന്ന് അസന്നിഗ്ധമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചതാണെങ്കിലും സന്ദർഭോഷണം ഓർപ്പിക്കട്ടെ, പത്രോസ് പോലും അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുകയാണ്, നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധദാസനായ യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചിന്തിച്ചതാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ കൂടെ നടന്ന പത്രോസ് പോലും യേശുക്രിസ്തുവിനെ പരിശുദ്ധദാസൻ എന്ന് വിളിക്കുന്നെങ്കിൽ നമുക്കെങ്ങനെ യേശുവിനെ ദൈവമാണ് എന്ന് പറയാൻ പറ്റും? അത് അബദ്ധമാണ്, വിവരദോഷമാണ്, പൈശാചികമാണ് എന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ. തിരുവചനത്തിൽ അതിന് അസന്നിഗ്ധമായ വ്യക്തസ്പഷ്ടമായ സംശയരഹിതമായ തെളിവ് നമുക്കില്ലേയില്ല. ചില ഊഹങ്ങൾ വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് യേശുവിനെ ദൈവമാക്കാൻ പിശാചിൻ്റെ തന്ത്രത്തെ അകപ്പെട്ട ചില വ്യക്തികൾ ശ്രമിക്കുന്നതിന് നമ്മൾ കൂട്ടുനിൽക്കല്ലേ. ആത്മാവിൽ പ്രാർത്ഥിച്ച് സത്യം തിരിച്ചറിയൂ. സത്യത്തിന് വേണ്ടി നിൽക്കാൻ ധൈര്യം കാണിക്കൂ. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ ഭാഗം അവിടെ വിടുകയാണ്. ഈ തിരുവചനമായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനവും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അല്ലേ? തുടർന്ന് നമ്മൾ കാണുകയാണ്, കുരുടനും മൂകനുമായ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും യേശുക്രിസ്തു ആ മനുഷ്യന് അത്ഭുതകരമായ സൗഖ്യം കൽപ്പിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ജനം അമ്പരന്നുപോയി. അവർ വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ? 23-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാരെ പറയുകയാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണമറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താകുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ പിന്നെ ഇവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. തുടങ്ങിയുള്ള കർത്താവിൻ്റെ തിരുവചന വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. നമുക്കിവിടെ സ്പഷ്ടമായ കർത്താവ് പറയുന്ന വാക്യങ്ങൾ ലേശമേനി ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിന് പിതാവായ ദൈവം കൊടുത്ത ദൈവിക അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരവും യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് ദൈവാത്മാവിനാൽ ഈ
ഭൂതഗ്രസ്തനായ മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുത്തു എന്നത് സ്പഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവ് തൻ്റെ ദൈവികാധികാരം വ്യക്തമായി മനസ്സിലാക്കി. ദൈവികാധികാരം, ദൈവം കൊടുത്ത അധികാരം പ്രയോഗിച്ചാണ് ഈ സൗഖ്യം നൽകിയത് അല്ലെങ്കിൽ വിടുതൽ നൽകിയത് എന്നത് സ്പഷ്ടമാണ്. തുടർന്ന് അതുകൊണ്ട് നമ്മൾ 31 വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്യം ഒന്ന് വായിക്കൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. തുടർന്ന് പറയല്ലേ, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവരോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ആ വാക്യത്തിൻ്റെ ഗൗരവം വളരെ കാര്യമായി നമ്മൾ കാണണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് വന്നു പോകരുതെന്ന് കർത്താവ് വ്യക്തമായി ഈ വിഷയത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് അല്ല, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. അപ്പോൾ വൃക്ഷത്തെ ഫലം കൊണ്ടറിയണം എന്ന് കർത്താവ് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, പ്രാരംഭ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. 7-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ ഇതേ ആശയം കർത്താവ് ഓർപ്പിച്ചതാണ്. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്യം 34-ാം വാക്യം, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്യനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഈ വാക്യം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ്. ചെറിയൊരു വീഴ്ച കണ്ടാൽ അത് പൊക്കിപ്പിടിച്ച് അത് വിമർശന വിധേയമാക്കുന്ന അനുഭവം നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ ദൈവമക്കൾ. എന്നാൽ നാം പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് യേശുക്രിസ്തു നമ്മെ മുന്നറിയിപ്പ് നൽകി ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ വാക്കുകൾ എത്ര ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ. കരുണയും ആർദ്രതയും മനസ്സലിവിൻ്റെയും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ വായിൽ നിന്നും വരട്ടെ. അല്ലാത്ത കുറ്റപ്പെടുത്തലുകളെയും വിധിക്കലുകളെയും പരിഹാസത്തിൻ്റെയും വാക്കുകൾ നമുക്ക് കഴിയുന്ന ഒഴിവാക്കുവാൻ ആവോളം ശ്രമിക്കാം. ആയതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ നമ്മൾ വെറുതെ കേട്ടു പോകാതെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ തനിമയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.